ലഹരി മാഫിയക്കെതിരെ ഉള്ള ഒരു പോരാട്ടമാണ് ഒമർ ലുലു എന്ന സിനിമയിലൂടെ. ഇനിയിപ്പം ലോകേഷ് കനകരാജുമായിട്ട് അദ്ദേഹം കൈകോർക്കുമോ എന്ന് തന്നെ ഞാൻ നോക്കിക്കാണുകയാണ്. ഇതുവരെ അറിയാത്ത വേറൊരു മാഫിയ കൂടെയുണ്ട്. ആ മാഫിയ ഏതാണെന്ന് നമുക്ക് അറിയാനാണെങ്കിൽ ഈ സിനിമ കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ. അപ്പോൾ ഇതൊരു അങ്ങനെ ഒമർ ലുലു സംവിധാനം ചെയ്ത് നമ്മുടെ റഹ്മാനും ധ്യാൻ ശ്രീനിവാസൻ ബാബുവാനും തുടങ്ങി നീണ്ട താരതമ്യം ഒന്നിക്കുന്ന ബാഡ് ബോയ്സ് റിലീസാണ്. സിനിമയാണ് പ്രശ്നം ചോദിച്ചു നോക്കാം. നമ്മുടെ ഇനി എൽ സി ഇ ആണോ ഇതിനകത്ത് VCE ആണോ ഏതൊക്കെ യൂണിവേഴ്സ് ഈ സിനിമയ്ക്കകത്ത് വന്നു പോകുന്നുണ്ടെന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ സിനിമ ഫൺ മോഡിൽ കാണേണ്ടത് തന്നെയാണ്, ഒരു സ്പൂഫ് മോഡിൽ. കാരണം കുറേ സ്പൂഫ് രംഗങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. കുറേ സിനിമകളുടെ റെഫറൻസും BGM എല്ലാം ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. സലാറിൻ്റെ BGM നമുക്ക് പെട്ടെന്ന് നമ്മൾ ആ ഒരു സിനിമയുടെ പെട്ടെന്നൊരു ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഒരു തിയേറ്ററിൽ നിന്നൊരു രോമാഞ്ചം ആ ഒരു സംഭവം വരും. ചില സിനിമകളുടെയൊക്കെ സ്പൂഫ് രംഗങ്ങൾ അതേപോലെ വന്നിട്ടുണ്ട്. കുറേ ക്യാമിയോസ് ഇതിനകത്തുണ്ട്. പഴയ നമ്മുടെ വിൻറ്റേജ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കുറേ പേര് വന്നിട്ട് തമിഴ് പടം സിനിമയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് പെർഫോമൻസ് ഉണ്ട്. ബാല എന്ന നടൻ്റെ ഒരു ക്യാമിയോ ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ താരങ്ങളായി നിൽക്കുന്ന കുറേ പേര്. അവരിൽ എടുത്തു പറയേണ്ടത് ആറാട്ടണ്ണൻ, അലിൻ ജോസ് പെരേര രണ്ടുപേരും അവരായിട്ട് തന്നെ ഈ സിനിമയിലേക്ക് വരുന്നുണ്ട്. അവരെ കൊണ്ട് ഒമർ ലുലു എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് അറിയില്ല. സാധാരണ നമ്മൾ അവരെ കാണുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്കൊരു അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിംസിലോ ഏതൊക്കെ ഒരു വളരെ മോശം അല്ലെങ്കിൽ ബിലോ ആവറേജ് അങ്ങനത്തെ രീതിയിലാണ് പെർഫോമൻസ് വരുന്നത്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അവരെ കൊണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആറാട്ടണ്ണനെ കാണാൻ സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് നല്ലൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഈ സിനിമയ്ക്കകത്ത്. പിന്നെ നമ്മുടെ നമ്പർ 1 റിവ്യൂവറായ അശ്വന്ത് ഗോക്കിൻ്റെ റെഫറൻസ് വരുന്നുണ്ട്. പിന്നെ മുകേഷ് നായർ എന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി, അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ക്യാമിയോ ഉണ്ട്. പിന്നെ കുറേ താരങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അജു വർഗീസ്, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ ഒരു സൂപ്പർ കോപ്പ് എന്നുള്ള രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ കുറച്ചൊരു സ്പൂഫ് രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ലഹരി മാഫിയക്കെതിരെ ഉള്ള ഒരു പോരാട്ടമാണ് ഒമർ ലുലു എന്ന സിനിമയിലൂടെ. ഇനിയിപ്പം ലോകേഷ് കനകരാജുമായിട്ട് അദ്ദേഹം കൈകോർക്കുമോ എന്ന് തന്നെ ഞാൻ നോക്കിക്കാണുകയാണ്. ഇനി ലഹരി മാഫിയ മാത്രമല്ല, അതിനെതിരെ നാടിനെ നമുക്ക് ഇതുവരെ അറിയാത്ത വേറൊരു മാഫിയ കൂടെയുണ്ട്. ആ മാഫിയ ഏതാണെന്ന് നമുക്ക് അറിയാനാണെങ്കിൽ ഈ സിനിമ കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഒമർ ഫൺ എന്ന് തന്നെ പറയാം. നമുക്കിപ്പോൾ എന്താ പറയുക, നമുക്കൊരു ടൈം പാസ്, മനസ്സിൻ്റെ ഒരു പിരിമുറുക്കമൊക്കെ മാറ്റുക എന്നുള്ള രീതിയിൽ കണ്ടിരിക്കുക എന്നുള്ളൊരു ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും. ഇതിലങ്ങനെ ഡബിൾ മീനിങ് ഉള്ള കുറേ സംഭവം വരുന്നില്ല. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കുറേ വാക്കുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ചിലപ്പോൾ അത് എല്ലാവർക്കും എങ്ങനെ എടുക്കണമെന്നില്ല. ഇപ്പോൾ മലങ്കൾട്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് പദങ്ങളുള്ളൂ. അല്ല, ഇതിനകത്തൊരു സത്യം പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഒരു വിൻറ്റേജ് പിള്ളേർക്കൊക്കെ, വിൻറ്റേജ് ഇപ്പോൾ എന്നെ പോലുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇന്ന വയസ്സനാക്കരുത്, അമ്മാവനാക്കരുത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് അങ്ങനത്തെ രീതിയിലുള്ള ഡബിൾ മീനിങ് സംഭവങ്ങളൊന്നും തന്നെ കേട്ടോ, വൾഗറായിട്ടുള്ള അരോചകമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കതൊരു എല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാലും അങ്ങനത്തെ രീതിയിൽ പിന്നെ തീർച്ചയായിട്ടും